ഓക്കെ. ഹലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിനിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം. ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ മാക്സിമൈസേഷൻ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഒരു മിനിമൈസേഷൻ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നോക്കൂ, മാർച്ച് 2022 5 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കൺസ്ട്രെയിൻസ്, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് നോക്കാം. ആദ്യം നമ്മൾ ഈ കൺസ്ട്രെയിൻസിനെ മാറ്റി എഴുതുക. ഓക്കെ, ഓർമ്മ ഉണ്ടല്ലോ, കൺസ്ട്രെയിൻസിനെ മാറ്റി എഴുതാം. 5x1 പ്ലസ് x2. ഇവിടെ നോക്കൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അപ്പം അതിൽ ആ ഇനിക്വാലിറ്റി മാറ്റിയിട്ട് ഈക്വൽ ടു മാത്രമാക്കുക, ഈക്വൽ ടു 10. Okay, let be equation number 1. Then second, x1 plus x2 greater than or equal to 16 ആണ്. അതിനെ എങ്ങനെ മാറ്റണം? x1 plus x2 equal to 16 എന്ന് മാറ്റണം. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി തേർഡ് നോക്കൂ, x1 plus 4x2 greater than or equal to 12. അതിനെങ്ങനെ മാറ്റും? x1 plus 4x2 equal to 12. അതേതാണ്? ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് രണ്ട് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണുള്ളത്. x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിന് നമ്മൾ x1 ഈക്വൽ ടു 0 എന്നും x2 ഈക്വൽ ടു 0 എന്നും എഴുതി. ഓക്കെ, കറക്റ്റായോ? ശരി. ഇനി നോക്കൂ, ഫസ്റ്റ് ഇക്വേഷനകത്ത് ഫ്രം ഇക്വേഷൻ നമ്പർ 1 ഏതാണ്? ലെറ്റ് x1 ഈക്വൽ ടു 0. അതായത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ ഇതാണ്. ഇതിനകത്ത് x1ന് 0 ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 5 × 0 പ്ലസ് x2 ഈക്വൽ ടു 10. സോ ഇവിടെ നിന്ന് നമുക്ക് x2 ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് വരുന്നത് ഏതൊക്കെയാ? 0, 10. എപ്പോഴും ശ്രദ്ധിക്കുക, x1 x2 എന്നാണ് വരുന്നതെങ്കിൽ x1 ആദ്യവും x2 രണ്ടാമതും വരുന്ന രീതിയിൽ എഴുതും. എക്സും വൈയും ആണ് വരുന്നതെങ്കിൽ ആദ്യം എക്സ് വരുന്ന രീതിയിലും രണ്ടാമത് വൈ വരുന്ന രീതിയിലും എഴുതണം. ഇനി ഇതിൽ തന്നെ ലെറ്റ് x2 ഈക്വൽ ടു 0. x2 0 ആക്കും. സോ 5x1 പ്ലസ് 0 ഈക്വൽ ടു 10 എന്ന് വരും. സോ 5x1 ഈക്വൽ ടു 10, then x1 ഈക്വൽ ടു 10/5 which is equal to 2. അപ്പോൾ കോർഡിനേറ്റ് എങ്ങനെ വരും അല്ലേ? x1 ഇത് എത്ര? 2, 0. ഓക്കെ, ശരിയല്ലേ? ഇതുപോലെ രണ്ടാമത്തെ കൺസ്ട്രെയിനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. രണ്ടാമത്തെ കൺസ്ട്രെയിനും കൂടെ കൺസിഡർ ചെയ്യാം. കറക്റ്റ് അല്ലേ? ചെയ്യൂലേ? ചെയ്യാൻ പറ്റുമല്ലോ. രണ്ടാമത്തെ കൺസ്ട്രെയിൻ നോക്കൂ, x1 പ്ലസ് x2 ഈക്വൽ ടു 16 ആണ്. x1 പ്ലസ് x2 ഈക്വൽ ടു 16 ആണ്. സെക്കൻഡ് കൺസ്ട്രെയിൻ, ലെറ്റ് x1 ഈക്വൽ ടു 0. x1 0 ആകുമ്പോൾ x2 എത്ര കിട്ടും? x2 16. ഓക്കെ, സോ കോർഡിനേറ്റ് 0, 16. അതിൽ തന്നെ എന്ത് ചെയ്യുക? ലെറ്റ് x2 ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x2 0 ആയി കഴിഞ്ഞാൽ അതിൽ നോക്കൂ, x1 ഈക്വൽ ടു 16 എന്നാണ് വരിക. എന്താ കോർഡിനേറ്റ് വരിക? 16, 0. മാറിപ്പോവില്ലേ കേട്ടോ. x1 ആണ് ആദ്യം എഴുതേണ്ടത്, എന്നിട്ടാണ് x2 എഴുതേണ്ടത്. തേർഡ് കൺസ്ട്രെയിൻ എന്താണ്? തേർഡ് കൺസ്ട്രെയിൻ x1 പ്ലസ് 4x2 ഈക്വൽ ടു 12. x1 പ്ലസ് 4x2 ഈക്വൽ ടു 12. ഇതാണ് തേർഡ് കൺസ്ട്രെയിൻ. അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെറ്റ് x1 ഈക്വൽ ടു 0. സോ 4x2 ഈക്വൽ ടു 12 എന്ന് വരും. ദെൻ x2 ഈക്വൽ ടു 12/3
4 വിച്ച് ഈസ് ഈക്വൽ ടു 3 അല്ലേ? 12/3 12/4 3. സോ കോർഡിനേറ്റ് ഏതാണ്? 0, ഓക്കെ. സിമിലർലി ലെറ്റ് x2 ഈക്വൽ ടു 0. x2 0 ആക്കുക. സോ x1 പ്ലസ് 0 ഈക്വൽ ടു 12. 2ന് 0 ആകുമ്പോൾ ഇവിടെ ഈ ടേം 0 ആയി പോകും കേട്ടോ. സോ x1 ഈസ് ഈക്വൽ ടു എത്ര വരും? 12 വരും. കോർഡിനേറ്റ് എന്താ വരിക? 12, 0. ഓക്കെ. സോ നമ്മൾ ഈ മൂന്ന് കൺസ്ട്രെയിൻസിൻ്റെയും ലൈനുകൾ പാസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർഡിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ. ഈ കോർഡിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർഡിനേറ്റുകളൊക്കെ എന്ത് ചെയ്യാണ്? ഒന്ന് ആദ്യം എഴുതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കോർഡിനേറ്റ് നോക്കൂ. 0, 10ഉം 2, 10 2 0യും 0, 10ഉം 2 0യും 0, 10 2, 0. ഇത് ഫസ്റ്റത്തെ ഇക്വേഷൻ്റെ അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ്റെ എന്താണ് വരുന്നത്? 0, 16ഉം 16 0യും 0, 16ഉം 16 0യും അല്ലേ? മൂന്നാമത്തെ കൺസ്ട്രെയിനിന് എന്താ വന്നത്? 0, 3 12 0 0, 3 12 0 0, 3 12 0. ഓക്കെ. യെസ്. അപ്പം നമ്മുടെ ഈ പിന്നെ നമുക്ക് കയ്യിലുള്ളത് x1 ഈക്വൽ ടു 0 എന്നുണ്ട്, x2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കൺസ്ട്രെയിനും ഉണ്ട്. അതുണ്ട് കയ്യിൽ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഓക്കെ. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. കാണുന്നുണ്ടല്ലോ? എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഓക്കെ. ഇനി നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ഈക്വലി ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈക്വലി ഡിവൈഡ്. അപ്പോൾ ഞാനിവിടെ സ്കെയിലൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഈക്വലി ഏകദേശം ഒരു ഈക്വലി ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഈക്വലി ഡിവൈഡ് ചെയ്യും. ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ എക്സ് ആക്സിസിനകത്ത് ഇതാ നോക്കൂ. ഈ പോയിൻ്റാണ് 0 0 എന്ന് പറഞ്ഞത് ഒറിജിൻ. ഓക്കെ. ഇനി നോക്കൂ, നമുക്കിവിടെ 10ഉം 23 ഒക്കെ ഉണ്ട്. ഓക്കെ. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 2 3 എന്നങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ 2 4 6 അങ്ങനെ കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ആണ് കൊടുക്കുന്നത്. 2 4 6 8 10 12 14 ഒരു നമ്പറും കൂടെ വേണം എനിക്ക്. അപ്പോൾ ഞാനിവിടെ 16 കൂടെ കൊടുത്തു. 16 ആണ് ഇവിടുത്തെ ഹയസ്റ്റ് നമ്പർ. ഇതേ വാല്യൂ തന്നെയാണ് ഞാൻ വൈ ആക്സിസിലും കൊടുക്കുന്നത്. 2 4 6 8 10 12. ഓക്കെ. ഓക്കെ. ഒരു 16 വരെ പോകുന്നുണ്ട്. ഇവിടെ ഒരു കണ്ടോ, ഇവിടെ ഈ സെക്കൻഡ് ടേം 16 കിടക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ 16 വരെ തന്നെ പോകണം. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടെ മുകളിലേക്ക് നീട്ടി കേട്ടോ. 14 ദെൻ 16. ഓക്കെ. നിങ്ങൾ സ്കെയിലെടുത്ത് വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് വരയ്ക്കുക. ഇനിയിപ്പോൾ കുഴപ്പമില്ല, സ്കെയിൽ ഒന്നും കൂടെ കൂട്ടിയാലും മതി കേട്ടോ. ഇപ്പോൾ 4ന് ഇൻ്റർവെല്ലോ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 10 ആദ്യത്തെ വാല്യൂ 0 ആകുമ്പോൾ നോക്കൂ, ആദ്യത്തെ വാല്യൂ 0 ആകുമ്പോൾ അത് ഈ x2 എന്ന് പറഞ്ഞ ആക്സസിലാണ് നോക്കേണ്ടത്. രണ്ടാമത്തെ വാല്യൂ 0 ആകുമ്പോൾ ഈ x1 എന്ന് പറഞ്ഞ ആക്സസിലാണ് നോക്കേണ്ടത്. അപ്പോൾ 0 10 എന്ന് പറഞ്ഞാൽ എന്താ? x2 ആക്സസിൽ 10 ഇവിടെ. 2 0 എന്ന് പറഞ്ഞാൽ എന്താ? 2 0 എന്ന് പറഞ്ഞാൽ x1 ആക്സസിൽ ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം? ഒരു ലൈന് വരയ്ക്കണം. സോറി, കേട്ടോ. ഏകദേശം ആ രണ്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും കൂടെ ഈ രണ്ട് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ത് ചെയ്യുക? വരയ്ക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ കളർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കളർ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പേപ്പറിൽ എല്ലാതും ഒരേ കളറല്ലേ വരിക. അപ്പോൾ അതിന് ഇത് ഏത് ലൈനിൻ്റെയാണ്? ഒന്നാമത്തെ ഇക്വേഷൻ്റെ ആണല്ലേ. അപ്പോൾ ഇതിന് ഇങ്ങനെ 1 എന്ന് കൊടുത്താൽ മതി. മനസ്സിലായോ?
ഓക്കെ. ഇനി രണ്ടാമത്തെ നോക്കൂ, 0, 16. 0, 16. 0, 16. 0, 16 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 0, 16 ഉള്ളത് അല്ലേ. പിന്നെ 16, 0. 16, 0 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഉള്ളത്. ഈ രണ്ട് ലൈനും കൂടെ ജോയിൻ ചെയ്യും, ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്യണം. ഈ രണ്ട് പോയിന്റും കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത്. ഇങ്ങനെ വരും. ഓക്കെ. അത് നമ്മൾ വേറെ കളർ കൊടുത്തു, അല്ലെങ്കിൽ അത് ഏതിൻ്റെയാണ്, രണ്ടാമത്തതിൻ്റെയാണ് അല്ലേ. ഓക്കെ, രണ്ടാമത്തതിൻ്റെയാണ്. അപ്പോൾ ആ ഒരു കളർ കൊടുക്കുക, അല്ലെങ്കിൽ പേര് കൊടുക്കുക. അത് എത്രാമത്തെയാണ് പിന്നെ വരച്ചിട്ട് 2 എന്ന് കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് കൊണ്ടുണ്ട്, 0, 3. 0, 3. 3 ആണ് കേട്ടോ. 3 എന്ന് പറഞ്ഞാൽ ഈ 2ൻ്റെയും 4ൻ്റെയും മിഡിലാണ് വരിക ഇവിടെ. 12 ഇവിടെ. ഓക്കെ, ഈ രണ്ട് പോയിന്റും കൂടെയാണ് വരുന്നത്, ഈ രണ്ട് പോയിന്റ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ശരി, കറക്റ്റായോ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഗ്രാഫ് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ കൺസ്ട്രെയിൻ ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഉണ്ടായിരുന്നത് എന്ന്. ഓക്കെ, ആദ്യത്തെ ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ ഫസ്റ്റ് വൺ 5x1 plus x2 greater than 10. ഓക്കെ, 5x1 plus x2 greater than or equal to 10. ഓക്കെ, രണ്ടാമത്തെ ഏതായിരുന്നു? സെക്കൻഡ് വണ്ണ്, രണ്ടാമത്തത് x1 plus x2 greater than or equal to 60. x1 plus x2 greater than or equal to 60. അടുത്തത് x1 plus 4x2 greater than or equal to 12. x1 plus 4x2 greater than or equal to 12. 12 അല്ലേ? യെസ്, 12. റെഡി അല്ലേ? ഇങ്ങനെയാണ് കൺസ്ട്രെയിൻറ്റ്. പിന്നെ x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഏതാണ് ഫീസിബിൾ റീജിയൻ? ഫീസിബിൾ റീജിയൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൺസ്ട്രെയിൻസ് എല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക, ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫീസിബിൾ റീജിയൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓരോന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കൺസ്ട്രെയിൻറ്റ്, അതാണ് നമ്മളിവിടെ ഇക്വേഷൻ വരച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തത്, ഇതിപ്പോൾ മൂന്നാമത്തെ അല്ലേ, നമ്പർ കൊടുത്തിട്ടില്ല അല്ലേ, ഒന്നാമത്തെ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ഇതാണ് ഗ്രേറ്റർ ദാൻ ആവുമ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ്റെ ലൈനില്ലേ, ഈ ഗ്രീൻ ലൈനില്ലേ, ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, അതായത് ഏകദേശം ഇങ്ങനെ പോകും. ഇതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇവിടം വരെ പോകും കേട്ടോ. ഞാൻ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഓർത്താൽ മതി. ഓക്കെ, യെസ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരാം. ഗ്രേറ്റർ ദാൻ അല്ലേ, അപ്പോൾ ഇങ്ങോട്ടാണ് വരാം. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഓക്കെ, അത് ഞാൻ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഓർത്താൽ മതി. ഓക്കെ, നമുക്ക് എല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ വരച്ചാണ്. പിന്നെ മൂന്നാമത്തെ എന്താണ്, x1 plus 4x2 greater than 12. അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ. ഓക്കെ, അത് ഓർത്തിരിക്കുക, അത് അവിടെയാണെന്നും ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ഇക്വേഷൻ ആണത്. ഇനി x1 greater than 0. x1 greater than 0 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, ഈ ഭാഗം. x2 greater than 0 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ഈ 5 കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ സെക്കൻഡ് ലൈനിൻ്റെ മുകളിലേക്കുള്ളതല്ലേ, നോക്ക് അല്ലേ, ഇവിടെ അല്ലേ വരിക, ഇങ്ങോട്ടല്ലേ. എല്ലാ കൺസ്ട്രെയിനും കൂടെ സാറ്റിസ്ഫൈ ആവുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ മുകളിലേക്ക് പോകും. ശരിയാണോ? ഈ ലൈനിൻ്റെ മുകളിലേക്കുള്ള മൊത്തം റീജിയൻ അതങ്ങനെ അൺബൗണ്ടഡ് ആയിട്ട് പോവുകയാണ്, അതിനൊരു ലിമിറ്റ് ഇല്ല, അതങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോവും, അതങ്ങോട്ട് കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ അത്രയാണ് എന്ത്, അതിൻ്റെ ഫീസിബിൾ റീജിയനായിട്ട് നമുക്ക് വരുന്നത്, ആ ലൈനിൻ്റെ മുകളിലേക്കുള്ളത്. അപ്പോൾ ആ ഫീസിബിൾ റീജിയൻ്റെ പോയിന്റ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഈ ഈ ഈ ഒരു ഭാഗമാണ് ഫീസിബിൾ റീജിയൻ കേട്ടോ.
ഓക്കെ, ഇതങ്ങനെ പോകും. അപ്പോൾ ഇതിനകത്ത് കോർണർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ആക്സിസിൽ, ഒന്ന് ഇവിടെയും, ഒന്ന് ഇവിടെയുള്ളത്. ഓക്കെ, ഈ 2 പോയിന്റുകളാണ് എന്ത്, അതിൻ്റെ കോർണർ പോയിന്റ്സ് ആയിട്ടുള്ളത്. ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ആ കോർണർ പോയിന്റ്സിലുള്ള വാല്യൂസ് കണ്ടാൽ മതി. അപ്പോൾ നോക്കൂ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒന്ന് കൺസിഡർ ചെയ്യണം കേട്ടോ. പോയിന്റ്സ്, നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ഉള്ളത്? എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? മിനിമൈസ് z is equal to, അല്ലെ, മിനിമൈസ് z is equal to 3x1 plus 2x2. 3x1 plus 2x. ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിലെ കോർഡിനേറ്റ് എത്ര ആയിരിക്കും? കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x1 എത്ര, x2 എത്ര? x1 എത്ര ആയിരിക്കും? x1 0, x2 16. x1 0, x1 0, x2 16. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്ര ആയിരിക്കും? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ, ബി നോക്ക്, ഫിഗർ നോക്കാം കേട്ടോ. ഇതാണ് ബി, കണ്ടോ? ഏതായിരിക്കും? 16,0. 16,0. 16,0. ഈ 2 പോയിന്റ്. അപ്പോൾ ഈ 2 പോയിന്റ് ഉള്ളൂ. ഈ 2 പോയിന്റിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഈ 2 പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയെന്ന് നോക്കണം. സോ z is equal to 3 into 0, അതായത് ഈ 0 ഈ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്, പ്ലസ് 2 into 16, എത്ര കിട്ടുക? 32. ഇനി ഇവിടെ z is equal to 3 into 16 plus 2 into 0, എത്ര കിട്ടും? 48 അല്ലേ? 48. ഇത്രേ ഉള്ളൂ, 2 പോയിന്റ് ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ. 5 മാർക്ക് കിട്ടുന്ന കേസ് നോക്കി നിങ്ങൾ. അപ്പോൾ ഇതെന്താ? ഒപ്റ്റിമൈസേഷൻ എന്താ? മിനിമൈസേഷൻ അല്ലേ? അപ്പോൾ ഇതിൽ ഏതാ ഈ 2 വാല്യൂ, ഈ 2 വാല്യൂയിൽ ഏതാ മിനിമം? 32. ശരിയല്ലേ? 32 അല്ലേ? കറക്റ്റല്ലേ? സോ the minimum value of the objective function, minimum value of the objective function എത്രയാണ് പറയും? 32 അല്ലേ? 32. ഇനി ഇത് എപ്പോഴാണ് ഉണ്ടാവുക? occurs when x1 equal to 0 and x2 is equal to 16. x1 equal to 0 and x2 equal to 16. Hence, എന്താ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? Hence, the optimal solution നോക്കണേ, എഴുതുന്നത് എങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ LPP is x1 equal to 0, x2 equal to 16 and minimum z is equal to 32. 3 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാർക്ക് ഷുവറായിട്ടും കിട്ടും. വലിയ പണിയൊന്നുമില്ല. കണ്ടോ? മനസ്സിലായേ? കിട്ടാണോ? റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ, മാനേജ്മെൻറ്റ് സയൻസ് അല്ലാതെ വേറെ എന്തിൻ്റെയെങ്കിലും ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. അത് MBAക്കും BBAക്കും BCOMനും MCOMനും എല്ലാത്തിനും ഉണ്ട്. മാത്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എല്ലാ പ്രോബ്ലം പേപ്പറും, അക്കൗണ്ടൻസിയും എക്കണോമിക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഈ LPP പ്രോബ്ലത്തിൻ്റെ തന്നെ നമുക്ക് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. 2 ക്വസ്റ്റ്യനാണ് വരിക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 10 മാർക്കിനും ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് 10 മാർക്കിനും ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, 10 മാർക്കിന് 2024 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് 5 മാർക്കിനും ഒന്ന് 10 മാർക്കിന്. ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക്
ഒരു 5 മാർക്ക് എന്തായാലും ഉറപ്പിക്കാം. ഇനി ഇതല്ലെങ്കിൽ ഇതിൻ്റെ വേറെ രണ്ടാമതൊരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ ഇതിനകത്ത് വരും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, സോൾവ് ദി ഫോളോവിങ് പ്രോബ്ലം, മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 6x1 + 4x2 സബ്ജക്ട് ടു ദി കൺസ്ട്രെയിൻസ്. ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ മാർക്ക് അവിടെ സ്കോർ ആവണം കേട്ടോ. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടണം. ഓക്കെ, വിട്ടുപോവല്ലേ. അത്തരത്തിലുള്ള 2, 3, 4 ക്വസ്റ്റ്യൻ ആകെ നമുക്ക് പഠിക്കാനുള്ളൂ പ്രോബ്ലത്തിലായിട്ട്. ബാക്കി നിങ്ങൾക്ക് തിയറി ഞാൻ ഏതൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് അന്നേരം പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഏതെങ്കിലും ട്യൂഷന്, ഇപ്പോൾ ബി എസ് സി കോംപ്ലിമെൻ്ററി പേപ്പേഴ്സ് ഉണ്ട് മാത്സിൻ്റെ, അതുപോലെ തന്നെ MBAക്ക് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, MCOMനുണ്ട്. ഓക്കെ, +1 +2 അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഏതെങ്കിലും പേപ്പറുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണും. ഓക്കെ.